Hello friends, Assalamu alaikum. Welcome back to Afis kitchen. അപ്പോൾ ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത് ഒരു വെഡിങ് കേക്കിന്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെയുള്ള കുഞ്ഞു ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഈ കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 7 ഇഞ്ചിൻ്റെ ടിന്നിൽ വെച്ചിട്ട് 2 കേക്ക് ബേക്ക് ചെയ്തിട്ടുണ്ട്. 1 kg വെച്ചിട്ട് അത് 5 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് ഒരു 2 കപ്പ് ക്രീം ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഈ ഒരു രീതിയിലാണ് ഞാൻ ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നീട് അതിലേക്ക് ഷുഗർ സിറപ്പും വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും എടുത്തിട്ടുണ്ട്. പിന്നെ സ്ട്രോബെറിയുടെ ക്രഷ് കൂടെ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും സംഭവങ്ങൾ വെച്ചിട്ടാണ് ഞാൻ കേക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ബേസ് എടുത്തിട്ടുണ്ട്. ആ ബേസിൽ ചെറിയ രീതിയിൽ ഒന്ന് ക്രീമാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫസ്റ്റ് ലെയർ ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്ത ശേഷം ക്രീമാക്കി കൊടുക്കുന്നുണ്ട്. ക്രീമാക്കി കൊടുക്കുന്ന സമയത്ത് കേക്കിൽ ഒരിക്കലും ടച്ച് ചെയ്യാണ്ട് ക്രീമാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ക്രംസൊക്കെ ക്രീമിൻ്റെ കൂടെ പൊങ്ങി പോരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ ക്രീം ഇതുപോലെ നല്ല രീതിയിൽ എല്ലാ സൈഡിലും ഒരേപോലെ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം ഇതുപോലെ ക്രഷ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്രഷ് കുറച്ച് മതിയാകും, ഒരുപാടായി കഴിഞ്ഞാൽ ആ ഒരു കുത്തായിരിക്കും. ചെറിയ രീതിയിലൊന്ന് ആക്കി കൊടുത്ത ശേഷം നമുക്കിതിൻ്റെ മുകളിലോട്ട് ബാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് ഞാൻ എല്ലാ ലെയറും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. എൻ്റെ കയ്യിലിപ്പോൾ സ്ട്രോബെറിയുടെ ക്രഷ് ഉണ്ടായതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ സ്ട്രോബെറിയുടെ ക്രഷ് ആഡ് ചെയ്ത് കൊടുത്തത്. നിങ്ങളുടെ കയ്യിൽ ഇതില്ല, വേറെയാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളിലത്തെ ഫില്ലിങ് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചിട്ടൊക്കെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു കേക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഷുഗർ സിറപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ എല്ലായിടത്തും ഒരേപോലെ ആവാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ ഒരുപാട് ഷുഗർ സിറപ്പ് ആക്കി കഴിഞ്ഞാലും ഇതുപോലെ ഒലിച്ചിറങ്ങാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ആവശ്യത്തിന് ആ ഒരു രീതിയിൽ എല്ലായിടത്തും ആവുകയും വേണം. ആ ഒരു രീതിയിൽ നിങ്ങൾ ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ ലെയറാണ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ലാസ്റ്റത്തെ ലെയർ വെച്ച് കൊടുത്ത ശേഷം നമുക്കതിൻ്റെ മുകളിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്രീമൊന്നും ആക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ കേക്കിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ക്രീമാക്കി കൊടുത്ത ശേഷം നമുക്ക് ജസ്റ്റ് ഒരു ക്രം കോട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് കുറച്ച് സമയം ഇതൊന്ന് ഫ്രിഡ്ജിലോട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ക്രം കോട്ട് ചെയ്യുന്ന സമയത്ത് കേക്കിൻ്റെ എല്ലാ സൈഡിലും ഒരേപോലെയൊക്കെ ക്രീം ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ അതിനുശേഷം നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റുന്നതിന് മുന്നേ ആയിട്ട് വേറൊരു കാര്യം എന്ന് ഞാൻ പറഞ്ഞത് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ ചെയ്യുന്നത് ടോൾ കേക്കാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് നമുക്കിതുപോലെ ഒരു സ്ട്രോ അല്ലെങ്കിൽ ഇതേപോലെ ടൂത്ത് പിക്ക് തന്നെ ഇതുപോലെ വലിയത് കിട്ടും. വുഡിൻ്റെ സ്റ്റിക്കുകൾ വാങ്ങിക്കാൻ കിട്ടും. ഇത് നമ്മുടെ കേക്കിൻ്റെ അളവിലൊന്ന് വെച്ച് നോക്കിയിട്ട് അതിലോട്ട് ഉള്ളിലോട്ട് ഇരിക്കുന്ന രീതിയിൽ ഒന്ന് ഒടിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ 4 സൈഡിൽ ഞാൻ ഇതുപോലെ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ടോൾ കേക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു സ്റ്റിക്കൊക്കെ കുത്തി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ കേക്ക് ഒന്ന് ചെരിയാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കേക്ക് ഒരു കുഴപ്പമില്ലാണ്ട് അങ്ങനെ തന്നെ ഇരുന്നോളും. അതിനുശേഷം നമുക്ക് ഒന്നുകൂടെ നമ്മുടെ ക്രം കോട്ടൊന്ന് നല്ല രീതിയിലൊന്ന് ക്രീം എല്ലായിടത്തോട്ടൊന്ന് ആക്കി കൊടുക്കാം. അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ ക്രം കോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ക്രീം വെച്ച് ഫിനിഷ് ചെയ്യണ സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ കേക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതൊന്ന് ചെയ്ത ശേഷം നമുക്കൊരു 10-15 മിനിറ്റ് എങ്കിലും ഒന്ന് ഫ്രിഡ്ജിലോട്ടൊന്ന് മാറ്റാം. അടുത്തതായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ക്രീമിലോട്ട് ഞാനിവിടെ ഷുഗറിൻ്റെ സ്കിൻ കളറിൻ്റെ ജെൽ കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു 2 ഡ്രോപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് കളർ എത്രത്തോളം ഉണ്ടെന്ന് നോക്കണം. എന്നിട്ട് പോരാന്നുണ്ടെങ്കിൽ ഒരു 2 ഡ്രോപ്പ് കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ക്രീമിലോട്ട് കളറാക്കി കൊടുക്കണം. ഏറ്റവും നല്ലത് ജെൽ കളർ തന്നെയായിരിക്കും ക്രീമിലോട്ട് നല്ലത്. ക്രീമിലോട്ട് നമ്മൾ കളറാക്കി കൊടുക്കുന്ന സമയത്ത് ഒരുപാട് കുത്തി ഇളക്കാണ്ട് ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഇത് വീഡിയോ കുറച്ച് ലെങ്ത് ഉള്ളതിൻ്റെ പേരിൽ കുറച്ച് ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾക്കത് കാണുമ്പോൾ ഞാൻ കുത്തി ഇളക്കുന്ന പോലെ തോന്നും, പക്ഷെ ഞാനത് സാവകാശം തന്നെയാണ് ഇളക്കി ചേർത്തിട്ടുള്ളത്.
നമ്മൾ ഒരുപാടിട്ട് ഇളക്കിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രീം നല്ല രീതിയിൽ ലൂസായി പോകും. അപ്പോൾ നമുക്ക് കേക്കിലോട്ട് ഇത് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാകും. അപ്പോൾ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ കണ്ടില്ലേ, ഇതേപോലെയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് പൈപ്പിംഗ് ബാഗിൽ ക്രീം ആക്കിയിട്ട് നമ്മുടെ കേക്കിലൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ നമുക്ക് സൈഡൊക്കെ ഒന്ന് വടിച്ചു കൊടുത്ത് ക്ലീൻ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ ബേസ് ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ സ്ക്വയറിൻ്റെ ബേസിലാണ് ഈ കേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാനിപ്പോൾ അതൊരു റൗണ്ടിലത്തെ ബേസിലോട്ട് മാറ്റിയിട്ടുണ്ട്. സ്ക്രാപ്പറൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ കേക്ക് നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ നമ്മുടെ കേക്ക് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സൈഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയ ശേഷം നമുക്കിതൊന്ന് കുറച്ച് സമയം ഫ്രിഡ്ജിലോട്ടൊന്ന് മാറ്റാം. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് കേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ 2 ടൈപ്പിലുള്ള ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഒരെണ്ണം അത്യാവശ്യം വലുതാണ്, മറ്റേത് നല്ല ചെറുതാണ്. പിന്നെ ഇതിലോട്ട് വേണ്ടിയിട്ട് കുറച്ച് ഫ്രഷ് റോസ് എടുത്തിട്ടുണ്ട്. ഒരു 7 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും സംഭവങ്ങൾ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു കേക്ക് ഡെക്കറേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഇപ്പോൾ ഞാൻ ഒരു സെല്ലോ ടേപ്പ് എടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രഷ് റോസ് എപ്പോഴും അതിൻ്റെ തണ്ട് ഇതുപോലെ കട്ട് ചെയ്ത ശേഷം നമുക്ക് സെല്ലോ ടേപ്പ് വെച്ചിട്ടൊന്ന് ചുറ്റി കൊടുക്കണം. എന്നിട്ട് വേണം നമുക്കിത് കേക്കിലോട്ട് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതിയാകും. എന്നിട്ട് ഇതിൻ്റെ ചുറ്റും നമുക്ക് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കിത് എല്ലാ റോസസും ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് എടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ എല്ലാ റോസസും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഇതിൻ്റെ തണ്ടുകളെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഈ കേക്കിലോട്ട് ഇത് ഇറക്കി വെക്കുന്ന ഭാഗം നമുക്കിതുപോലെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ റോസിൻ്റെയും തണ്ട് ഇതുപോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. കുറച്ച് തിരക്ക് പിടിച്ചിട്ടുള്ള കേക്കിൻ്റെ ഓർഡർ ആയതിൻ്റെ പേരിൽ ഞാൻ പെട്ടെന്ന് തന്നെ ഇതിൽ സ്റ്റമ്മിലൊക്കെ സെല്ലോ വെച്ചിട്ട് ഒന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറേ പാടൊക്കെ പെട്ടു. കാരണം സെല്ലോ ടേപ്പ് അതിൽ നിന്ന് കട്ട് ചെയ്യാണ്ട് അതിൽ തന്നെ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിട്ട് തോന്നി. പിന്നെ ഞാൻ വിചാരിച്ചു അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഇതുപോലെ ഉലിച്ചെടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ചപ്പോൾ എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നിയത് ആ ഒരു മെത്തേഡാണ്. പിന്നെ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെക്കാൻ തുടങ്ങി.
അങ്ങനെ ഇപ്പോൾ ഞാൻ എല്ലാ റോസും ഇതുപോലെ സെല്ലോ വെച്ചിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതിലോട്ട് വേണ്ടിയിട്ട് 1-2 ഇലകൾ കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ കേക്ക് ഡെക്കറേഷൻ ചെയ്യാം. അപ്പോൾ അതിലോട്ട് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള മുത്തുകൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തന്നതാണിത്. അപ്പോൾ നമുക്കിനി കേക്കൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് ഒന്ന് എടുത്തിട്ട് വരാം. ഇപ്പം ഞാൻ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ റോസസ് ഓരോന്നായിട്ട് നമുക്ക് കേക്കിലോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു റോസ് എടുത്തിട്ട് കേക്കിലോട്ട് ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം എടുത്ത റോസ് എന്ന് പറയുന്നത് ഇതിലൊരു റോസ് മാത്രം ഇത്തിരി വിടർന്നതായിരുന്നു. അപ്പോൾ ഏതായാലും ഞാനതിപ്പോൾ ഇതിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഞാൻ നേരത്തെ ആ സ്റ്റമ്മിൻ്റെ നീളം എടുത്തത് അതിനേക്കാളും കുറച്ചുകൂടി ഞാൻ കട്ട് ചെയ്തിട്ടാണ് പിന്നീടുള്ള റോസസ് എല്ലാം ഞാൻ ഈ കേക്കിലോട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇപ്പോൾ ഇതിൽ ഇല എടുത്ത സമയത്ത് ഇലയിൽ ചുറ്റാൻ വിട്ടുപോയി. ഞാൻ തിരക്ക് പിടിച്ച് ചെയ്തതാണ് ഈ ഒരു കേക്ക്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇല ഇതുപോലെ വെക്കണുണ്ടെങ്കിൽ അതിലൂടെ ഒന്ന് ചെറിയ രീതിയിൽ സെല്ലോ ഒന്ന് വെച്ച് കൊടുത്താൽ നല്ലതായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 റോസസ് മുകളിലും ഒരു 3 താഴെയായിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഇടയിലായിട്ട് 1-2 ഇലകൾ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ഭംഗിയായിട്ട് തോന്നും. അപ്പോൾ നിങ്ങളിനി ചെയ്യുമ്പോൾ ഈ ഇലയിലൂടെ സെല്ലോ ടേപ്പ് ഒന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഞാനത് വിട്ടുപോയതാണ്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ റോസും ഞാൻ ഇതുപോലെ കേക്കിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ആ ബീഡ്സാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ അതിലിട്ട് ആദ്യം തന്നെ ആ വലിയ ബീഡ്സാണ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആ വലിയ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ആ കുഞ്ഞു ബീഡ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്കൊന്ന് വിതറി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്കിങ്ങനെ ഞാനിപ്പോൾ ഇതിൽ ഫുള്ളായിട്ടാണ് ചെറിയ ബീഡ്സ് ഇട്ട് കൊടുത്തേക്കണത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മുകൾ ഭാഗത്ത് മാത്രമായിട്ട് കൊടുത്തു കഴിഞ്ഞാലും കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും. അപ്പോൾ ഏതായാലും അതൊക്കെ നിങ്ങളുടെ ഒരു ഐഡിയ പോലെ ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു കേക്കിൽ ഈ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ ആ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഓക്കെ, ബൈ.